കാഞ്ഞാമ്പോത്ത് എന്ന് പറയും. ഈ തൃക്കരിപ്പൂർ കാസർഗോഡ് കാഞ്ഞാമ്പോത്ത്, വെളുത്ത കാഞ്ഞാമ്പോത്ത്, മിന്നുന്ന കാഞ്ഞാമ്പോത്ത്. കാഞ്ഞാമ്പോത്ത് ഇത് ജെല്ലി ഫിഷ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്, ദ സയന്റിഫിക് സെന്റർ. സമീപയിലേ പോവാ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി തപ്പാണ്. എങ്ങനെയാ കയറാന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇതെല്ലാം ഉണ്ട് ഇവിടെ. പവിഴ കുറ്റോ അല്ലേ? കടൽക്കുതിര. എടാ മറ്റേ ശംഖിനുള്ളിലെ സാധനം എടുത്താ ഇത് ഉണക്കിയെടുത്ത് വെച്ചതല്ല, ഇതിന്റെ ശരിക്കും ഉണ്ണിയച്ചൊക്കെ ഉണ്ടാക്കിയതാണോ? ഇത് ഉണക്കി വെച്ചാണോ? ഉണക്കി വെച്ചത് ഇത് ശ്രാങ്കനെ കണ്ടിട്ടാണ്. ഇതൊക്കെ ഒറിജിനൽ കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണോ അത് ഒറിജിനൽ? അല്ലല്ല, ഇത് ഒറിജിനൽ സാധനം. അതല്ലേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് തല. ഇത് ഒറിജിനലാടാ. ഈ ഇതിലൊക്കെ ഒറിജിനലായി സാധനം. ഒറിജിനൽ നല്ലതാണ്. മറ്റേ ഇതേ വെച്ചേക്കുന്നത് നേരത്തെ ഒന്നും കിട്ടിയില്ല. സ്റ്റെപ്പ് കയറിയത് കിട്ടിയില്ല. കുറുക്കൻ സിംഗിളിനായിട്ടില്ലേ? ഇത് നമ്മുടെ നാടൻ വവ്വാലുകൾ. വവ്വാലിനെ കാണണമെന്നുണ്ടെങ്കിൽ അതേ ഇരിക്കുന്ന മേലെ വവ്വാലുകൾ, നാടൻ വവ്വാലുകൾ. വവ്വാൽ ഉപ്പിലിട്ട് നമ്മൾ താഴെ കണ്ടു. ഇത് വവ്വാല് തൂക്കിയിട്ടത്. ഇത് മുള്ളൻപന്നിയാണ്. ഇത് മുള്ളൻപന്നിയാണ്. ഇത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അതാര് പമ്പിനെ മറ്റേ ബസ്സിന്റെ അനിയനെ പോലെ ഉണ്ടല്ല. എന്റെ ബ്രദർ
നമ്മളെ നാടൻ പൂച്ച. കാട്ടുപൂച്ചയാണ് നാടൻ പൂച്ച. ഇതിനകത്ത് നമ്മളെ നാടൻ പൂച്ച. ലൈറ്റ് അടിക്കുന്ന പറയുന്നത്. അതെന്നെ സാധനം. യെസ്, പക്ഷെ അനക്കൊന്നുമില്ലല്ലോ. ഇതിന്റെ ഇത് കാണിച്ചു. പോലത്തെ ഒരു സാധനം ഇതിവിടെ ഉണ്ട്. സാധനം ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഓട്ടേന്റെ ഉള്ളിലുണ്ട് സാധനം. കാണാൻ പറ്റുന്നുണ്ടോ? സംഗതി മൂപ്പര് മാളത്ത് കയറി വിളിച്ചേക്കുന്നു. ഈ ആമനെ കുറിച്ച് എന്തെങ്കിലും പറയാനല്ലോ അമ്പി? ഈ ആമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ തരത്തിലുള്ള ആമേനെ കാണില്ല അല്ലേ. ഇതിന്റെ പൂഴിയും ഇത് മരുഭൂമിയിലെ ആമയാണ്. മരുഭൂമിയിലെ ആമ? നമ്മുടെ നാട്ടിലെ കാട്ടിലെ ആമേന്റെ കളർ ബ്ലാക്ക് ആണ്. മരുഭൂമിയിലെ ഒട്ടകം എന്നൊക്കെ കേട്ടില്ലേ? ഇത് ഗോൾഡൻ ആമയാടാ. അതിന്റെ കാലിലെടുക്കുക. ഇത് ഗോൾഡൻ ആമയാണ്ടാ. കളർ ഗോൾഡൻ ആയോണ്ടായിരിക്കും. ഗോൾഡൻ പറഞ്ഞ പോലെ ശരിയാണല്ലോ. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആമയാണ്. സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ തോടെല്ലാം ഗോൾഡൻ ആണെന്ന് തോന്നുന്നു. ഈ ആമ അതാണോ ഈ ഗോൾഡൻ ആമത്തോട്? ഗോൾഡൻ ആമത്തോട് ഈ സാധനം വിജി ഈ ആമനെ കുറിച്ചിട്ട് എന്താ എനിക്ക് പറയാനുള്ളത്? അല്ല, കുഞ്ഞവിടെ കിടക്കട്ടെ. ഇതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എന്താണ്? മരത്തിന്റെ അടിയിൽ ഒരു പെട്ടിയിരിക്കണ പോലെ ഉണ്ട്. അങ്ങനല്ല, പെട്ടിരിക്കുന്നതല്ല, പെട്ടിരിക്കുകയാണ്. അതാ മൂലയിൽ തുരന്നോണ്ടിരിക്കുന്നത്. നമുക്ക് വേറൊരു സാധനം കൂടെ എടുക്കാം. അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള കാല. ആ ഒരു കാലിന് നല്ല ഗോൾഡ് ഉണ്ടാവും മുമ്പ് നിങ്ങൾ പറഞ്ഞ പോലെ. ആണോ? ഇവിടെ എന്തൊരു സാധനം കാണുന്നുണ്ടല്ലോ. ഇതിനടിയിൽ എന്തൊരു സാധനം ഉണ്ട്, പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് എലി, അതിന് തിന്നാനിട്ട് കൊടുത്ത. അതിനകത്താ വേറൊരു സാധനം. എന്താടാ എന്തൊരു സാധനതാ ഇത്? ഇതെന്തൊരു സാധനം? എടാ കൂട്ടിനകത്തതാ. ആ മൂപ്പർക്ക് തിന്നാനിട്ട് കൊടുത്ത സാധനമാണിത്. അതിനെ തിന്നാനിട്ട് കൊടുത്തതെന്ന്. ഇതതിന്റെ ഫുഡാണ്. ഇതതിന്റെ ഫുഡാണ്. അതാ ആ കൂട്ടിനകത്തുണ്ടോ? ആ കൂട്ടിനകത്തൊരു പാമ്പുണ്ട്. അതാ മറ്റേ വാലിങ്ങനെ കിളിക്കണ പാമ്പാന്ന് തോന്നുന്നു. കണ്ടോ? ഒരു പാമ്പുണ്ടാ വാലിങ്ങനെ കിളിക്കും. ഈ മരുഭൂമിയിലുള്ള ഇതതിന് തിന്നാൻ കൊടുത്തു. അതിനതാ ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചേക്കുന്നതാ മൂപ്പർക്ക് തിന്നാൻ വേണ്ടിട്ട്. ചെയ്യേണ്ടത് അയച്ചു വിടണം. എന്നിട്ടത് അടിപൊളി സാധനം കാണിച്ചേ. നല്ല അടിപൊളി കുവൈത്തിലെ മലമ്പാമ്പ് കേട്ടോ. കുവൈത്തി മലമ്പാമ്പ്, നല്ല തറവാടി മലമ്പാമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു പൊരിച്ചടിക്കാൻ പറ്റിയ സാധനം. അതുകൂടാ, സംഭവം കൊള്ളാം. വെള്ളാവൂലിയാണോ? ഒരാള് മാത്രം ഡിഫറെന്റ് ആയിട്ടാ അല്ലേ? വേറൊരു കളറ്. സംഭവം കൊള്ളാം.
ആ നല്ല വീതിയാണല്ലോ. ഇത്രയും മനോഹരമായ ഒരു ശരിക്കൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു മോഡൽ ചെയ്തിട്ട്. ഇതാണ് ഈ ഗ്ലാസിൻ്റെ തിക്നെസ്. ഇതിനടിയിൽ അതിമനോഹരമായ ഒരു അക്വേറിയം. നമ്മൾ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു കൺസെപ്റ്റാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല. മറ്റേത് നോങ്ങല് താഴെയുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഈ മേലെ അടിച്ചെങ്കിൽ ഈ മേലെ കാണിച്ചോട്ടെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് കണ്ടലല്ലോ അല്ലേ? കണ്ടൽക്കാട് എന്ന് നമുക്ക് പറയാം. ഇത് കുവൈത്തിലെ കണ്ടൽക്കാട് ഇങ്ങനെയാണ്. ഞാനും മറ്റേ പൊങ്കാലിടാൻ വരണ്ട. കുവൈത്തിലെ കണ്ടൽക്കാട് അല്ലേ? വൈറ്റ് സ്പോട്ടഡ് ഇത് പുല്ലാവും. ഇത് മറ്റേ ഇത് വിഷാണ്. പെങ്കിനാണ് അത് കണ്ടില്ല. ഞാൻ പണ്ട് പിന്നെ ഡോൾഫിൻ്റെ അപ്പം പെങ്കിൻ കണ്ണൂർ അയ്യാൻ വേണ്ടി സംഭവം കൊള്ളാല്ലേ? ഇതൊരു ആംബിയൻസ് ഭയങ്കര കേട്ടോ. ചോറ് ഐറ്റം ഇത്രയും സാധനം ബത്രൂക്ക, ലോസ, മോസ, നോറ പേരാണ്. അത് ഓരോന്നോരോ പേരിട്ട് കല്ലോ, വാസു. ഇവിടെയൊക്കെ വന്ന് നിൽക്കുമായിരിക്കും പകല് കേട്ടോ. സംഭവം ഇവിടുത്തെ ആംബിയൻസ് ആണ് എനിക്ക് ഭയങ്കര. ജീവനോടുള്ള അമൂറിനെ കാണിച്ചു തരാം കേട്ടോ. അമൂർ സമീർ പറയുന്നതാണ്. അമൂർ നാളെ എഴുതിയിട്ടുണ്ടോ? ഗൈസ് സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അമൂർ ഫിക്സ് ആണ്. സമീർ മാത്രമല്ല, ഇവിടെ ഒരു ബോർഡ് എന്തായാലും കാണിക്കുന്നുണ്ട്. ഹൈപ്പാക്കാനില്ല. ഒരു സാധനം കാണിച്ചത് വിഷമുള്ള മീനായത്. ഇത് സംഭവം ആൾക്കാരെ കുത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും. ശരിക്കും ഒരു കടലടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ കേട്ടോ. അങ്ങനെ ഇട്ടേക്കുന്ന പേര് ബദറും ബദരിയ. നല്ല പേര്. ഇതിന്റെ കളർ ഈ ചെറിയ പക്ഷെ ഈ സാധനം തിന്നാൻ കൊടുക്കുന്നത് അതിന്റെ സാധനം അതിന്റെ കുഞ്ഞാത് ലോബ്സ്റ്ററിന്റെയോ? അല്ലടാ, ഇത് കൂന്തൽ പോലല്ലേ? മുമ്പിലിതാ കണവന്റെ കുഞ്ഞുങ്ങള്. അത് ഞാൻ കണ്ട്. ലോബ്സ്റ്റർ ഉണ്ടാടാ. പക്ഷെ ഈ പാഞ്ഞ് കളിക്കുന്നത് കണവ കുഞ്ഞുങ്ങളാ. ഇത് ശരിക്കും നോക്ക്, ലോബ്സ്റ്റർ ആണോ കണവയാണോ? ഇതാണ്ട വരുന്നത്. അത് കണവല്ലേ? ഇതാ കണവ കുഞ്ഞല്ലേ ഇത്? ഇത് ലോബ്സ്റ്റർ ഇത് എവിടെ? ലോബ്സ്റ്റർ അതെ. ആ ഇത് കണവ കുഞ്ഞല്ലേ? ഇത് കണവ കുഞ്ഞല്ലേ? ഇതാ ചിറക് നോക്ക് സൈഡില്. ഇതാ ലോബ്സ്റ്റർ എടുക്ക. ലോബ്സ്റ്റർ മനസ്സിലാവില്ല. പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനൊരു മീനിനെ പറ്റി പഠിച്ചത് ഗൈസ്. നീ പരിചയപ്പെടുത്തണം. നീ പേരെല്ലാം വായിക്കാൻ പറ്റാത്ത പേരും നമ്മളെ ഭാഷ. അത് പറയാൻ പറഞ്ഞ ഇത് പുള്ളിയുള്ള പുള്ളിമീൻ, ഇത് വരെയുള്ള വരമീൻ, വരെയുള്ള നമ്മൾ നമ്മളെ പല പുഴയിലെ ചൂട്ട പോലെ ഉണ്ട്. പിന്നെന്തോ മറ്റേ എടാ ചുപ്പാണ്ടിന്റെ മുകളിൽ തോന്ന്. ഇത് മറ്റേ ഈ മീൻ ഞാൻ തിന്നിട്ടുണ്ടല്ലോ.
ഈ മീനാ എന്റെ കളർ നോക്കി. ഇത് പറ്റയാ തോന്നുന്നു. പറ്റ പോലെ ഇരിക്കുന്നു. ആണോ അല്ലേ? ഇത് പറ്റ. അതെങ്കിലും കിട്ടി. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അവിടെ എന്തൊരു സാധനം കുത്തര വെച്ചിട്ട്. അതൊന്നുമില്ല. അത് മീൻ തന്നെ അല്ലേ? അല്ല അല്ലേ? അത് അവന്മാര് ഒട്ടിച്ചേക്കണതാ. ഇനി ഒരു വലിയൊരു സാധനം കാണിച്ചു. നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം. ശരിക്കും പറഞ്ഞാല് ഈ മീനിനെ കുറിച്ചിട്ട് അറിയുന്ന ആള് വന്നാലേ ഇതൊക്കെ പറയാൻ പറ്റും. ചിരിച്ചോണ്ട് പോകുന്നൊരു മീനാ. ഇത് എനിക്കറിയില്ല. വരയൻ മീൻ. അത് ഞാൻ പറഞ്ഞു വരയൻ മീൻ. മീനാജെ ഇത് കരഞ്ഞോണ്ട് പോകുന്ന മുകളിലെ മീനും അങ്ങനെ അത് ചിരിച്ചോണ്ട് പോകുന്നത്. രണ്ടോണ്ട് ഭാര്യയും ഭർത്താവ് തമ്മിലടിച്ചതാ. ഭർത്താവ് ചിരിച്ചോണ്ട് പോകും, ഭാര്യ കരഞ്ഞോണ്ടും പോകുന്നു. നല്ലോണം കിട്ടിയെന്നു. ക്രൗൺ ഫിഷ് എടാ ആ മുള്ളിലൊരു സാധനം കാണുന്നത് കണ്ണുണ്ട്. ഇതാ ഒരു വെറൈറ്റി സാധനം. ഇതേ മീൻ കണ്ട ഇത് മീനല്ലേ? അത് മീനാണ്. ആ പിന്നല്ലാണ്ട് മറ്റേ സാധനം ഇത് വലിച്ചെടുക്കും. അല്ല തരണ്ടി അല്ല, വേറെ സംഭവം. ഇത് വലിച്ചെടുക്കൂല. ഇതാണ് ഇത് നോക്ക് നീ. ഒരു വെറൈറ്റി കണ്ണൊക്കെ ഉണ്ടോ? പിന്നെ അതിനും കണ്ണുണ്ടാവില്ലേ? ജീവന്റെ സാധനമില്ലേ? ഒറ്റ കണ്ണ്. നീനാണ്ടിയുടെ മുള്ളമ്പന്നി ഇടാ. മുള്ളമ്പന്നി ആ ഒറ്റ പീസ് ഉള്ളൂല്ലേ ആ സാധനം? ഇത് മുള്ളമ്പന്നി. അതിന് കണ്ണൊക്കെ ഉണ്ടെന്ന് ബസ്സിന് പറയുന്നേ. ബസ്സിന് കണ്ടുപിടിച്ച കണ്ണ് ഇടിയിരിക്കും. കടലിലെ മുള്ളമ്പന്നി ഇത് മീനാ. അത് നമ്മൾ ഈ ചൊറിയുന്നവളെ നല്ല മരുന്ന് പോലത്തെ ഒരു സാധനം. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതൊരു ജീവിയാ. ശരി, പുഴു പോലെ ഇരിക്കും അല്ലേ? ഒച്ച് കടലൊച്ച്. എടാ ശംഖ് വിജയ്, അത് ജീവനുള്ളടാ. ഏത് അങ്ങനെ ശംഖ് ജീവനുള്ള. ഇതിൽ ഏറ്റവും നല്ല മീനാണ് ഇഷ്ടപ്പെട്ടത്. കളറാണ് ഈ നീല. എന്തിനാ ഇഷ്ടപ്പെടും? ആ നീല. അതിന് വേറെ ഒന്നുമില്ല. തോഞ്ഞു പോകുന്ന രസമില്ലേ? അതിങ്ങനെ പോവാടാ. മറ്റുള്ള മീനെ പോലെ വേറെ സാധനമൊന്നുമില്ലേ? മുകളിലേക്കാണ്. ഇതാ ഞാൻ പറഞ്ഞ ഈ സാധനം ദേഷ്യം പിടിച്ചു പോകും. അതല്ല ഇതിന്റെ ചിറകിങ്ങനെ മുകളിലേക്ക് അടിക്കണത്. അതെ, ഈ മൂപ്പര് ചിരിച്ചോണ്ടല്ലോ മോനെ. ഇവര് ഭയങ്കര ദേഷ്യം. ഇവൻ ചിരിച്ചോണ്ട് താഴെ പമ്പുണ്ട്. എനിക്ക് ആ മീൻ്റെ മുഖം കണ്ടിട്ട് ഒരു ദേഷ്യം പിടിച്ചിരുന്നു അല്ലേ? നേതാവിന്റെ മുഖം മനസ്സിലാക്കി. 10 മണി വരെ ഉള്ളൂ. അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ പത്തോടെയുള്ളത് സമയം 10:20 ഒരു വെറൈറ്റി സാധനം. ഒരു വെറൈറ്റി സാധനം. ഇതിന്റെ മറ്റേ നമുക്ക് ബംഗാളികൾ കൊണ്ടുതരുന്ന ആ പുള്ളിയില്ലേ ഈ മീനില്ലേ? ഭയങ്കര മുള്ള ഈ സാധനത്തിൽ. വറ്റ അല്ലടാ ഈ സാധനം ഈ പുള്ളിയിലെ ഇത് ബംഗാളികൾ കൊടുത്തു. കാതിനാക്ക് ഒരു വലിയൊരു 10 കിലോ കാതിനാക്ക്. പക്ഷെ ഭയങ്കര മുള്ള സാധനത്തിന്. ആ വീടിങ്ങനെ ഇതിനകത്ത് ഈ നീ പറഞ്ഞ അയക്കൂറം നല്ലത് മറ്റേ ബംഗാളിയിലത് ആ പുള്ളിയിലത് ആ മറ്റേ മുള്ളിലെ മീൻ ഇതിന് കൊണ്ടുവരുന്നത് അത് അയിലപ്പാര. ഒരു അയിലിടത് ഇതേ അയിലാണിത്. അല്ല അതിന്റെ കുഞ്ഞല്ലേ? അതിന്റെ കുഞ്ഞത് എവിടെ? അത് മറ്റേ ബഫർ മീനടാ. ആ കാറ്റ് നിറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങിയ സാധനമാണ്. അതാണ് ബഫർ മീനാണ്. ഇതല്ലേ ഞാൻ പറഞ്ഞേ വെറൈറ്റി. അവൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ സാധനം. നല്ല രസമുണ്ട്. ഇതിന്റെ മുഖം നോക്കുന്നേ. നമ്മളെ കമ്പനിയിൽ ഏതോ ഒരാളെ ഫേസ് വെയിറ്റ് ഇതാ. ഈ മീനിന് ഈ ഫേസ് കറക്റ്റ് നോക്കിക്കോ ഗൈസ്. ഈ ഫേസ് നോക്കിയല്ലോ, സെയിം ഫേസ് നോക്കിയല്ലോ. ഇങ്ങോട്ട് ശരി സെയിം ഫേസ്. ഞാൻ അടുത്തത് കാണിച്ചേ ഗൈസ്. ഈ ഫേസ് ഉണ്ടോ ഗൈസ്?
ഈ ഫേസ് ഇതാ അങ്ങോട്ട് തിരി. ആ ഇപ്പൊ കറക്റ്റായില്ലേ? കറക്റ്റായി. ഇതാ ചെമ്മീന്. കടലാമ അപ്പൊ ഇതിനടിയിലൊരു ചെമ്മീനാണ്. ഇതിനടിയിൽ ഈ കല്ലിന്റെ അടിയിലോ ഈ കല്ലിന് സംഭവം ഇതിനകത്തൊരു കടലാമയുണ്ട് ഗൈസ്. പക്ഷെ അതിന് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ അടിയിൽ ഒരു സാധനമുണ്ട്, നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. ഒരു ചെമ്മീനെ പോലത്തെ ഒരു സാധനമുണ്ട്, നല്ല മൊഞ്ച് ചെമ്മീൻ, മൊഞ്ചത്തി ചെമ്മീൻ. കണ്ടോ? കണ്ടു എന്ന് വിചാരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ട് മീനുമായിട്ട്. ആ മീനിന്റെ ഫേസും ഈ ഫേസും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പൊ കമ്പനിക്കാരെ മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ട്. ആ മീൻ എവിടെയും പോകണമില്ല, ഇവരോട് കഥയും പറഞ്ഞോണ്ടിരിക്കുകയാണ്. കുടുംബക്കാരാകുമ്പോ പറയാലോ. ഈ വലിയ ടാങ്ക് ആണ്. ഇങ്ങനെ ആരൊക്കെ മോശ എന്റെ കണ്ടിട്ട് മീനായിട്ട് ഭയങ്കര കഥ പറച്ചില് വേണം. നിങ്ങൾക്ക് ഒരു സൂപ്പർ സാധനം കാണിച്ചാണ്. നമ്മുടെ നാട്ടിലെ കാഞ്ഞാമ്പോത്ത് എന്ന് പറയും. ഈ തൃക്കരിപ്പൂർ കാസർഗോഡ് കാഞ്ഞാമ്പോത്ത് എന്ന് പറയും. വെളുത്ത കാഞ്ഞാമ്പോത്ത്, മിന്നുന്ന കാഞ്ഞാമ്പോത്ത്. കാഞ്ഞാമ്പോത്ത് ഇത് ചെല്ലി ഈ മുഖം ആ ഫോണും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്? നിന്റെ എന്താ കെട്ടി തൂക്കി വെച്ചേക്കുന്നത് വിജി? നമ്മളിനി കുതാബിലേക്ക് പോകുന്നു. സമയമൊന്നുമില്ല, അതുകൊണ്ടാ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമുക്ക് അടുത്ത വിശദമാക്കി തീർക്കാം. ഒരു അടിപൊളി സാധനം വരുന്നുണ്ട്. കിട്ടിഞ്ഞ വീടോ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നില്ലേ? ഇത് സ്ലാവാണോ? വലിയ സംഭവമാണ്. നിങ്ങൾക്ക് ഒരു വെറൈറ്റി കടൽ കൂതിരെ കാഴ്ച ഇത് നല്ല രസമുണ്ട് സംഭവം. പമ്പി ഉള്ളിലല്ലേ? പക്ഷെ അത് നമുക്ക് അപ്പുറത്തെ പോയി കിട്ടും. അപ്പുറത്തെ പോയി കിട്ടും. വാവ്. സമീറും പമ്പിയും കാര്യമായിട്ട് ഡിസ്കഷനിലാണ്. അങ്ങനെ പൊരിച്ചടിക്കണോ അല്ല. ബസറിന്റെ പേര് യൂസ് ചെയ്യരുതെന്ന് ബസറി പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല. ഇത് തെരണ്ടിയല്ലേ? നമ്മളവിടെ പിള്ളേരുടെ സ്ഥിരം പിടിക്കുന്നത് അതിനാ. അത് ഗ്ലാസിന്റെ ഗ്ലാസ് വീതി അത് അപ്പുറത്തെ നമുക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ കിട്ടും. ആ വലിയ ആ അത് നമുക്ക് അപ്പുറം കിട്ടും. ഇത് ശരിക്കും ഒരു കടലിന്റെ അടിയാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കൊരു
അത് ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയല്ല, മീനുകൾക്ക് വേണ്ടിയല്ല. അപ്പൊ നമ്മളെ ചവിട്ടി മുറിയല്ലോ, മുറിയണ്ടേ? അതിനല്ലേ അവര് മറ്റേ സൂട്ടലിട്ടിട്ട് നടക്കുന്നത്. കുഞ്ഞു തെരണ്ടി. ഇതൊരു സംഭവം, ഒരു ലോകം തന്നെയാണ് കേട്ടാ. മേലെ അതാ ഇതാ ഗൈസ്, വിജിനെ പോലത്തെ ഒരു സ്രാവ്. വിജി സ്രാവ്, കണ്ണൻ സ്രാവ്, സ്രാങ്ക്. അത് കണ്ണൻ സ്രാങ്ക്. ഇതൊരു ഒരു മറ്റേ ഇത് അമൂർ, വലിയൊരു അമൂർ അല്ല, സ്രാവന്നെ അത്. അങ്ങനെ പറകില് വേറൊരു സാധനം പോന്നു. അങ്ങനെ എഞ്ചാതി വലിപ്പുള്ള സാധനം അറിയാതെ. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് വേറൊരു സ്രാവ്, ഇത് മറ്റേ തെരണ്ടി സ്രാവ്. സ്രാവിന് തെരണ്ടിക്കുണ്ടായ സാധനമാണ് ആ നിലത്ത് കിടക്കുന്നത് കേട്ടോ. വെറൈറ്റി ലോകം തന്നെയാണ്. മോനെ വരുന്ന്, ഇതാ വരുന്ന്. പിന്നെ പീസ് പീസൈകള് ഇത് വിജി പറഞ്ഞ പോലെ ആണാട്ടാ. എന്തോ ഒരു സാധനം നേലുന്നുണ്ട് അതിന്റെ അടിയിൽ. മണിയുണ്ട്. അപ്പൊ ഇത് വലിയ കൂറ്റൻ സ്രാവ് കേട്ടോ, കൂറ്റൻ. ഇതോ ഇതല്ലേ? അതിനെ കുളിപ്പിച്ചില്ല കേട്ടോ. ഇതാണ് ക്യാമറമാൻ കേട്ടോ, ക്യാമറമാൻ. അവൻ നോക്കൊരു ഒളിച്ച് നിന്നിട്ട് നോക്ക്. നിങ്ങൾ എന്താ ചെയ്യുക? വിജിനെ നോക്കുക, സംഭവം കംപ്ലീറ്റ് വിജിനെ നോക്കുന്ന. വേറൊരു സാധനം കാര്യമായിട്ട് നിരീക്ഷണത്തിലാണ്. എന്താന്ന് നോക്കാം. സമീർ കാര്യമായിട്ട് വീഴ്ച സാധനങ്ങൾ നമ്മളിപ്പോ കാണിച്ചു തരാം. കുഞ്ഞല്ല, മണല് ചെങ്ങളിൽ കൂടെ പോകുന്നല്ലേ. നമ്മുടെ തോമസിന്റെ പോയിട്ടില്ലേ സാധനം. ഇതൊക്കെ ഒരു ജീവിയല്ലേ ഈ ഓറഞ്ച് പച്ച വെട്ടംകാരൻ കാണാൻ പറ്റും. എടാ ആൻറ്റി ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തേ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇതൊരു കടലിനടിയിൽ നിന്നിട്ട് എടുക്കുന്ന ഒരു ഫീല് കിട്ടും നമ്മൾ.
നമുക്ക് മറ്റേ ഇവിടെ വാങ്ങാൻ കിട്ടുന്ന പുറത്ത് കൗണ്ടർ ഉണ്ട് പറഞ്ഞാൽ ഇത് പിന്നെ വേണ്ടി ഒരു സിംഗിൾ ഫോട്ടോ ഇതിനാണ് നമ്മൾ മറ്റേ വായ തുറന്നിട്ട് പ്രായമായെന്ന് വിജു പറഞ്ഞു ഇത് ബിബി ദ മദർ ബാൻഡ് ദ ഫാദർ ബദ്രിയ ദ ഡോക്ടർ ബദ്രിയ ബദർ അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ഇവര് പേരിട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും സ്രാവുകൾക്കുള്ള പേരാണ് ഓക്കെ നമുക്കിതൊന്ന് കാണിച്ചു സമാപന സമ്മേളനം മീനുകളിൽ ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ഇതല്ല ഇതിന്റെ ഡബിൾ ഉണ്ട് മറ്റേ മുകളിലാണ്. വിജി കാര്യമായ ആലോചനയിലാണ്. ഈ ഗ്ലാസിന്റെ തിക്നെസ്സും ഇതിന്റെ വീതിയൊക്കെ മൂപ്പര് അളന്നു വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അറിയില്ല. ഇത് കിളിമീനല്ല, ഇത് കോയ് ഫിഷ് അല്ലേ? മഞ്ഞ കോയ് ഫിഷ് ആണ്. ഇതെല്ലാം കോയ് ഫിഷാണ്, എല്ലാം കോയ് ഫിഷ് അല്ല, അത് കോയ് ഫിഷ് ആണ്. കോയ് ഫിഷ്, ഇതെല്ലാം കോയ് ഫിഷ് ആണ്. എന്താ പിന്നെ നിനക്കറിയാത്ത? ഇത് കണ്ണൂരെ പയ്യാമ്പല തെറ്റുമ്പല കടപ്പുറക്കാരനാണ്. എന്നിട്ട് ഓനിക്ക് ഇതെന്താ മീൻ അറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കോയ് ഫിഷ് കടപ്പുറം ഉണ്ടാവില്ല. ഇല്ല, ഇത് ഏതാ കിളിമീനടാ, കോയ് ഫിഷ് അത് മഞ്ഞ കോയ് ഫിഷാണ്. ഇതെല്ലാം കോയ് മൊത്തത്തില് കളർഫുള്ളാണ്. എനിക്ക് ഇതിന്റെ പേര് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കാം. ഈയിടെ വായിച്ചു നോക്കിയാൽ ദ ബി കോയ് ഫിഷ് സക്സസ്ഫുള്ളി ബ്രീഡ് കോയ് ഫിഷ്. ഇത് ഇവര് ഇവിടെ വളർത്തിയിട്ട് ബ്രീഡ് ചെയ്യിച്ചത്. ആ നമ്മളെടുത്തില്ല ആ സാധനം. ഇത് നമ്മളൊക്കെ അടുത്തുള്ള കോയ് ഫിഷാണ്. വലുതാവുന്നുണ്ട്, ചെറുതല്ലേ. ഈ ഒരു വീഡിയോ എടുത്തേ, ഇങ്ങോട്ട് എടുക്കാം. ഈ ആഴ്ചത്തെ നമ്മുടെ കത്തിക്കൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ മീനുകൊണ്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ നിർത്തുന്നു. ഇത് ലാസ്റ്റാണ്. ഇതിനപ്പം വേറെ സ്ഥലമില്ല കാണിച്ചത്. അപ്പം ബൈ ബൈ ബൈ. വിജിയുടെ പുതിയ പുതിയ കോമഡികളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇതുവരെ ബൈ. നീ അവിടെ നിന്നിട്ട്